നോക്കണ്ട, താൻ എന്റെ പിന്നിൽ തിക്കിത്തിരക്കി നടക്കണ്ട. ശരിക്കൊരു റെട്രോ ഫീൽ തന്നെയുണ്ട്. ശരിയാ, ഈ പുള്ളി കാണും അങ്ങനെ ഒരു ഇവിടുത്തെ കോസ്റ്റ്യൂം അല്ലേ? അതെ, പഴയ കാലഘട്ടം എടുത്തോ, അപ്പൊ ഇതിന്റെ ബ്ലാക്ക് ഇതിന്റെ റെഡും വരും. ബ്ലാക്ക് വെള്ളയില് അല്ലേ, വെള്ളക്കറപ്പും. മക്കളെ ഏത് പാട്ടാ? ശ്രാവണ ചന്ദ്രിക പൂച്ചു. അടിപൊളി, ബ്യൂട്ടിഫുൾ സോങ്. എല്ലാം അറിയാം എനിക്ക്, പറഞ്ഞു. ലിറിക്സ് വയലാർ സാർ, മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ, പാടിയത് സുശീലമ്മ. പിന്നെ മൂവി ഒരു പെണ്ണിന്റെ കഥ, ഇയർ 1971. എന്തെങ്കിലും പറയാനുണ്ടോ? വിശേഷമല്ലോ? വിശേഷങ്ങൾ നാട്ടിൽ പോയില്ല. അമ്മയും അനിയത്തിയൊക്കെ ഇല്ലേ, അവരുടെ വിശേഷങ്ങൾ അത് പറയാൻ അവിടെ കച്ചറിയോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കച്ചറ ലാസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. അനുരാഗ കവിത വിരിഞ്ഞു.
കവിത വിരിഞ്ഞു. വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. സൂപ്പർ. പാർവണക്കുട്ടി, എന്താ സാർ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നല്ല പാട്ട്. അതാണ് ദേവരാജൻ മാസ്റ്റർ ഈ കമ്പോസിഷനും വയലാർ സാർ എഴുതിയിരിക്കുന്നതും പിന്നെ ഈ സിനിമ ഒരു പെണ്ണിന്റെ കഥ, അതിനകത്ത് ഷീല മാഡം, ഷീലാമ്മ, അയ്യോ ആ പടം ഒന്ന് കാണേണ്ട പടമാണ്. ആഹാ, ഈ പടം എനിക്കൊന്ന് കാണണം. കാരണം കാണണം. എന്റെ അമ്മ ഒരു കരോക്കെ ഗാനമേള വെച്ച ഫസ്റ്റ് ഇത്, അത് കഴിഞ്ഞ് പൂന്തേനേര്, പിന്നെ വേറൊരു പാട്ട് പൂവുകൾക്ക് പുണ്യകാലം. പല്ലവിയിൽ ഒരു ഗ്ലുമ്മും ഇതൊക്കെ വന്നു. സംഗതികൾ കുറച്ച് സ്പീഡ് ഞാൻ പറയുന്നല്ലേ, അതായത് അന്ന് പാടിക്ക്. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത. അതിന്റെ ആ പെർഫെക്ഷൻ നന്നായിരുന്നു. ആ അനുരാഗ കവിതയുടെ പെർഫെക്ഷൻ ഒന്നുകൂടെ ക്ലാരിറ്റി വേണം, പക്ഷെ അത്രയും സ്പീഡില്ലാതെ ആ സംഗതി ഒതുക്കത്തി കൊണ്ടുവരണം. നോക്ക്, അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. സബാഷ്. മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. മോക്ക് വേണമെങ്കിൽ ഒരു പിച്ചൂടെ ഹൈ ആയിട്ട് എടുത്താലും പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെ അതെടുത്തിരുന്നെങ്കിൽ ഇവിടെ നന്നായിരുന്നേനെ. ഒരു നോട്ട് ഹൈ ആക്കി. നീലാകാശ പാടി. നീലാകാശ താമരയിലയിൽ നക്ഷത്രലിപിയിൽ ആഹാ, നോട് ബ്യൂട്ടി കൂടി. അതെ. അടുത്ത ആഹാ, അന്നതു ഞാൻ വായിച്ചു. അതിന്റെ കുറച്ച് പ്രസൻസ് കിട്ടി. അന്ന് അത് ഞാൻ വായിച്ചു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് വന്നു കണ്ടു കീഴടക്കി എന്നെ കിളി പുഷ്പമാക്കി ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. എന്ത് രസമുണ്ട് കേൾക്കാൻ. എന്നെ വേണ്ടത് ഏതായാലും പഴയ പിച്ചി പാടിയപ്പോഴത്തേക്ക് ലോവർ പോർഷൻസ് ഒക്കെ ഒരു രജിസ്റ്റേർഡ് ആയില്ല. ഇപ്പൊ നല്ല പവറായി. ഇതാണ് എനിക്കിഷ്ടം. ഓൾ ദി ബെസ്റ്റ്. പാർവണക്കുട്ടി, എന്താ സർ? നല്ല രസമായിട്ട് പാടി മോള്. നല്ല വോയിസ് കേൾക്കാൻ നല്ല രസമുണ്ട് മോളുടെ. ഇപ്പൊ ഈ ശ്രീകുട്ടങ്ങൾ പറഞ്ഞ പോലെ കുറച്ചും കൂടി ശ്രുതി കൂട്ടി പാടിയിരുന്നെങ്കിൽ നല്ല രസമായനെ, ഒന്നും കൂടി രസമായനെ കേൾക്കാൻ, ഒന്നുകൂടി ഭംഗിയായനെ. എനിക്ക് ആ സംഗതികൾ അവിടെ കുറച്ച് സംഗതികൾ സ്ലിപ്പായിട്ടുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യണം. അതൊക്കെ തന്നെയാണെന്നുണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പക്ഷേ മൊത്തത്തിൽ കേൾക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. ഇത് ദേവരാജ മാഷിന്റെ ഖരഹര പ്രിയ, ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്ത ഒരു രാഗമാലികയാണെങ്കിലും പല്ലവി ഖരഹര പ്രിയലാണ്. മനോഹരി മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ. സൂപ്പർ. പാർവണക്കുട്ടി, അപ്പൊ നല്ലൊരു പാട്ട് ഞങ്ങൾക്ക് സമ്മാനിച്ചു. ഇടയ്ക്കൊരു വിഴുങ്ങൽ, അത് വിഴുങ്ങൽ വരുന്നത് എനിക്കൊന്ന് ഒന്നെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ ടെൻഷൻ, അല്ലെങ്കിൽ ഭയം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആശ്ചര്യം, അല്ലെങ്കിൽ പേടി, അല്ലെങ്കിൽ വിശപ്പ്, അനുരാഗ കവിത ആദ്യത്തെ ചെറുതായി സ്ലിപ്പായി. അപ്പൊ ഞാനിവിടെ എഴുതണ കണ്ടു. അടുത്ത അപ്പോഴാണ് രണ്ടാമത്തെ ലൈനിൽ പേടിച്ചു. ഞാനിപ്പോ ഈ പറഞ്ഞതിൽ ഏതായിരുന്നു? പേടി, വിശപ്പ്, ദാഹം, ഭയം, ഉത്കണ്ഠ, ആശ്ചര്യ. ഇതിൽ എന്ത് വന്നപ്പോഴായിരുന്നു വിഴുങ്ങൽ സംഭവിച്ചത്? എന്താണത്? അതേത് രസമായിട്ട് വരും? അത് ഭയം, ഉത്കണ്ഠ,
ഇതിലെല്ലാം പെടുത്താം അല്ലെ? അതെ. അപ്പം ഈ രസഭാവങ്ങളൊന്നും നമുക്ക് വേണ്ട, മനസ്സിൽ ആ പാട്ട് വഴി സ്നേഹിച്ച് പാടിയാ മതി. അത് നമ്മുടെ അനിയത്തിക്കുട്ടി എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എപ്പിസോഡ് കണ്ടു, ഈ എപ്പിസോഡ് തന്നെ കാണാൻ പറ്റി. മടി കയറി ഇരുന്നില്ല. ഹലോ, എന്താണ് റിവ്യൂസ് ഒക്കെ? ആ മറ്റേ അങ്ങ് വാനക്കോടിലത് കലക്കി എന്ന് പറഞ്ഞു. എല്ലാരും എന്നോട് പറഞ്ഞു, അന്വേഷണം പറയാൻ പറഞ്ഞു. അതെ, ഞാൻ ചോദിച്ചേ കഴിഞ്ഞ ദിവസം ചേച്ചിയോട് എന്തിനാ അടി കൂടിയെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറയാം എന്റെ മുടിക്കുടുക്ക അവള് പിടിക്കാൻ നോക്കിന്ന്. എന്താന്നറിയോ? ആ തല കെട്ടി വെച്ചേക്കത്തില്ലേ, തല കെട്ടിച്ച് കുടുമിയില്ലേ, അതിന് മുടിക്കുടുക്കാന്നാ പറയണേ. ചേച്ചി വെറുതെ എന്നെ തോണ്ടി കളിക്കും. മുടിക്കുടുക്കല്ലേ? ഈ മുടിക്കുടുക്ക ഏതാ മുടിക്കുടുക്ക കാണിച്ചേ? മുടിക്കുടുക്കി. മുടിക്കുടുക്കി. അത്ര ദുഷ്ടം തോന്നി. ഹലോ ചേച്ചി ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ ഫോൺ തരാൻ പറഞ്ഞു. എന്നാലും ചേച്ചി കച്ചറ കൂടി. കച്ചറ കൂടിയോ? അത് ഞാൻ പഠിക്കുന്ന ഫോൺ തന്നെ നോക്ക് വേണം. ആ അപ്പൊ ചേച്ചി കച്ചറ സ്വഭാവം ഇറക്കും. മോള് കച്ചറയൊന്നുമില്ല, സൂപ്പർ സുന്ദരി, സൂപ്പർ സുന്ദരി സുരാംഗനി. വാവ മനോരഞ്ജിനി. വാവ മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുര സുന്ദരി. വാവ മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുര സുന്ദരി. നളചരിതം കഥയിൽ ദമയന്തിയോ, ജന്മാശമത്തി കാവ്യശകുന്തളയോ, ഉമർഖയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രമോ. മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുര സുന്ദരി. വാവ മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുര സുന്ദരി. സന്തോഷമായോ? ഹാപ്പി അല്ലേ? So today we are giving you 98 out of 100. ആദ്യൊരു ദേവരാജൻ മാസ്റ്റർ പൂക്കുറ്റി. പാറോണക്കുട്ട, ഓൾ ദി ബെസ്റ്റ്.